ഈ റിവ്യൂ കമ്മിറ്റി അതിൽ ജയതിലക് IAS ഉണ്ട്. അവർ ഈ കെ ഗോപാലകൃഷ്ണൻ്റെ മറുപടി പരിശോധിച്ച് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി തീരുമാനം മുഖ്യമന്ത്രി എടുക്കട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫയൽ അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചെടുക്കൽ മുഖ്യമന്ത്രിയുടെ കൂടി അറിവോട് കൂടിയാണ്, അല്ലെങ്കിൽ സമ്മതത്തോടു കൂടിയാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റും. ഈ ജയതിലക് IAS ഉൾപ്പെടുന്ന റിവ്യൂ കമ്മിറ്റിയാണ് ഇത് പരിശോധിച്ചത്. അവരാണ് പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നീട്ടി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രശാന്തിൻ്റെ സസ്പെൻഷന് കാരണമായ ഒരു സംഭവം ജയതിലകിനെ കൂടി കുറ്റം പറഞ്ഞ സാഹചര്യം, ഗോപാലകൃഷ്ണനുണ്ട്, അവരെ കുറ്റം പറഞ്ഞ സാഹചര്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെമ്മോക്ക് മറുപടി നൽകിയില്ല എന്നതിന് പുറമെ മറ്റെന്തെല്ലാം ഘടകങ്ങൾ ഈ സസ്പെൻഷൻ നീട്ടി നൽകലിലേക്കും കെ ഗോപാലകൃഷ്ണൻ്റെ തിരിച്ചെടുക്കലിലേക്കും നയിച്ചിട്ടുണ്ടാകും. അല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജയതിലക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ശാരദാ മുരളീധരൻ്റെ കാര്യം പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ സർവീസിൽ ദീർഘകാലത്തെ സേവന പാരമ്പര്യമുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. പല പൊസിഷൻസിൽ ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിനൊരു പൊസിഷനുണ്ട്. ആ പൊസിഷൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കണം. ഇതിൽ ഇപ്പോൾ കെ ഗോപാലകൃഷ്ണനെ ഇതേ അലിഗേഷൻ നിലനിൽക്കെ തിരിച്ചെടുക്കുന്നതിനോടൊപ്പം ജയതിലകും കെ ഗോപാലകൃഷ്ണൻ ഉൾപ്പെട്ട ഒരു ഇഷ്യൂവിലാണ് പ്രശാന്തിൻ്റെ സസ്പെൻഷൻ വരുന്നത്. അപ്പോൾ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നീട്ടി വയ്ക്കുക എന്നുള്ളത് ജയതിലകിൻ്റെ ഒരു താല്പര്യമാകും എന്നുള്ളത് ഡെഫിനറ്റാണ്, ഒരു തർക്കമില്ല. കാരണം വെച്ചാൽ ഡയറക്റ്റ്ലി ജയതിലകിൻ്റെ അതോറിറ്റിയാണ് പ്രശാന്ത് ക്വസ്റ്റ്യൻ ചെയ്തത്. അത് ചട്ടമനുസരിച്ച് ശരിയല്ല എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. IAS പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണോ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്, അത് തർക്കമൊന്നുമില്ല. പക്ഷേ ജയതിലകിനെ സംബന്ധിച്ച് അത് വ്യക്തിപരമായ ഈഗോയുടെ കൂടെ പ്രശ്നമാണ്. ജയതിലകും ഗോപാലകൃഷ്ണനും ഉൾപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത ഒരു കേസിലാണ് പ്രശാന്ത് സസ്പെൻഷനിലാവുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണനെ തിരിച്ചെടുക്കുന്നു, നിൻ്റെ സസ്പെൻഷൻ നീട്ടുന്നു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ജയതിലക് ഉൾപ്പെട്ട കമ്മിറ്റി ഇതിലൂടെ ചെയ്യുന്നത്. ആ പ്രശ്നം അവിടെ ഉണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ പോലും ഈ കമ്മിറ്റി എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ വകുപ്പ് തല അന്വേഷണത്തിൽ ഈ ഇതുമായി റിലേറ്റ് ചെയ്ത്, അതായത് കെ ഗോപാലകൃഷ്ണനെതിരെ അലിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഇത് വകുപ്പ് തല അന്വേഷണം കൊണ്ട് തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ. ഇതൊരു ക്രിമിനൽ ഒഫൻസാണല്ലോ, ഗൗരവതരമായൊരു ക്രിമിനൽ ഒഫൻസാണ്. അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്, ശാസ്ത്രീയമായ തെളിവുകൾ വേണ്ടതാണ്, ഫോറൻസിക് പരിശോധനകൾ നടക്കേണ്ടതാണ്. ഇപ്പോൾ മെറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ് എന്നുള്ളത് പോലീസ് പരിശോധിക്കേണ്ടതാണ്. ഇതൊക്കെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നടക്കേണ്ട കാര്യങ്ങളാണ്. അന്വേഷണം തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സർവീസിൽ തിരിച്ചെടുത്താണ്. അത് ഏത് തരത്തിലായിരിക്കും അന്വേഷണം തുടരുക ഇനി? അപ്പോൾ ഈ ക്വസ്റ്റ്യനോട് ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം അദ്ദേഹം ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആയി തുടരുമ്പോൾ ഏത് വിധത്തിലാണ് നടക്കുക എന്നുള്ള ചോദ്യം ഉന്നയിച്ച പോലെ തന്നെയാണ് കെ ഗോപാലകൃഷ്ണൻ സർവീസിൽ തിരിച്ചെത്തിയതിന് ശേഷം അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പാകത്തിലുള്ള IAS ലോബി അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഈ അന്വേഷണം ഏത് തരത്തിൽ മുമ്പോട്ട് പോകുമെന്നുള്ള ക്വസ്റ്റ്യൻ, ഈ പ്രശ്നം അവിടെ ഉണ്ട്. എന്താണെങ്കിലും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് ഈ പറയുന്ന പ്രശാന്തുമായി റിലേറ്റ് ചെയ്ത തർക്കങ്ങൾ കൂടി അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം പ്രശാന്തുമായിട്ടുള്ള തർക്കത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ജയതിലകും കെ ഗോപാലകൃഷ്ണനുമാണ് എന്നുള്ളതുകൊണ്ട് അതുകൂടെ അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. അത്രയേ ഉള്ളൂ.